ചിലപ്പോൾ ശമൂവേൽ ചെയ്തതുപോലെ 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ശമൂവേൽ എന്താ ചെയ്തത്? ശമൂവേൽ അടിയൻ ഇതാന്നല്ല പറഞ്ഞത്, കർത്താവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു, അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു. അത് തന്നെയാണ് ഈ അടിയൻ ഇതാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ശമൂവേൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒന്ന് വായിച്ചു തരാം, അറിയാവുന്ന വാക്യമാണെങ്കിലും. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അപ്പോൾ യഹോവ വന്നു നിന്നു മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. ഈ ഞാനെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഭയങ്കര ബഹുമാനം കേട്ടോ. ദൈവത്തിന് എല്ലാത്തിൻ്റെയും പേരറിയാം, എല്ലാവരുടെയും പേരറിയാം, വീടറിയാം, ആരെയാ വിളിക്കുന്നതെന്ന് കൃത്യമായിട്ട് ദൈവത്തിന് നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നു നിന്നിട്ട് മോശയെന്നല്ല വിളിച്ചത്, എന്താ വിളിച്ചത്? ശമൂവേലേ ശമൂവേലേ എന്നാണ് വിളിച്ചത്. അനന്യാസിന് ഇടയ്ക്ക് വന്നപ്പം അനന്യാസെ, അപ്പം വേറൊരു അനന്യാസം ഉണ്ടെന്നും ദൈവത്തിന് അറിയാം. ഹി നോസ് എവ്രി വൺ ബൈ നെയിം. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ബന്ധം നമുക്ക് ദൈവത്തോടും കൂടി വേണം കേട്ടോ. അങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയണം, കർത്താവേ ഞാൻ കേൾക്കുന്നുണ്ട്, നീ സംസാരിച്ചാട്ടെ, ഞാൻ തയ്യാറാണ്, ഞാനിവിടെ ഉണ്ട്, അടിയനിതാ, എന്താണ് എന്നോടുള്ള അവിടുത്തെ അരുളപ്പാട്, ദൗത്യം എന്താണ് പറഞ്ഞാട്ടെ, ഞാൻ ചെയ്യാം എന്ന് ദൈവത്തോട്. പക്ഷേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞവരല്ലെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും അപ്പോൾ ചിലപ്പോൾ നിങ്ങളിനി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ വലിയ കാഴ്ചയൊക്കെ കണ്ട് ഒച്ചയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പം ആദാം എന്താ ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം അല്ലാതെ കണ്ടിരിക്കണം. ചിലപ്പോൾ ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനത്തെ പാട്ടുകളും ഉണ്ടാകാം. ദൈവം വിളിക്കുന്നുണ്ട്, ദൈവം അടുക്ക വരുന്നുണ്ട്, പക്ഷെ നമ്മളെന്താ പറയണത്? എനിക്ക് നിൻ്റെ ഇതൊന്നും ചെയ്യാനുള്ള യോഗ്യതയൊന്നുമില്ല, ഞാൻ ഒളിച്ചിരുന്നോളാമെന്ന്. ദാറ്റ് ഈസ് വൺ പേഴ്സൺ. ലെറ്റ്സ് ടേക്ക് അനദർ പേഴ്സൺ. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. പിന്നെ യഹോവ കയീനോട്, വേറൊരാളെ ദൈവം വിളിക്കുകയാണ്. യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. He is finding excuses and blaming somebody else and he is pretending. അല്ലേ? അവൻ ഒഴികഴിവുകൾ പറയുന്നു, അതുപോലെ തന്നെ വേറെ ആളുകളെ കുറ്റം പറയുന്നു. അത് മാത്രമല്ല എനിക്കതൊന്നും അറിയാൻ പാടില്ല എന്ന് അഭിനയിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. എന്നാലും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ ദൈവത്തോട് ബന്ധമുള്ള ആളുകളായിരുന്നു, ദൈവത്തെ ആരാധിക്കാൻ പോയ ആളുകളായിരുന്നു. ദൈവത്തോട് അപ്പോൾ ഇവർക്കൊക്കെ ഇത് മോശയെ പോലെ രൂപാന്തരപ്പെടാമായിരുന്നു എന്നാണ് ഞാനീ പറയുന്നത്. ഇവർക്കൊക്കെ മോശയെ പോലെ, അബ്രഹാമിനെ പോലെ, അനന്യാസിനെ പോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാമായിരുന്നു. ദാറ്റ് പൊട്ടൻഷ്യൽ, ദാറ്റ് പോസിബിലിറ്റി വാസ് ദെയർ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരിക നല്ലത് കേട്ടോ. ബെറ്റർ യു കം ഔട്ട്. ബെറ്റർ നോട്ട് പ്രിറ്റൻഡ്. അഭിനയിക്കാതെ നമ്മൾ ഉള്ളതുപോലെ അങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ദൈവം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കുകയും പ്രാർത്ഥന അർത്ഥപൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അല്ലാത്തടത്തോളം കാലം പ്രാർത്ഥന ഒരു മീനിങ്ലെസ് എക്സസൈസാണ്, ഒരർത്ഥശൂന്യമായിട്ടുള്ള പരിപാടി നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ പലരും മടുത്തു പോകുന്നത്. പ്രാർത്ഥന ഒട്ടും മീനിങ് ഫുള്ളായിട്ട് തോന്നുന്നില്ല. ഇത് ഒരു അധര ചർവണം. ഈ ജനം അടുത്ത് വന്ന് അധരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു. ചെയ്തില്ലെങ്കിൽ, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു സുഖമില്ലാത്തത് കൊണ്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ യു ഡോണ്ട് മീൻ എനിത്തിങ്. നിങ്ങളുടെ പല പ്രാർത്ഥനകളിലും പ്രാർത്ഥനയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയുണ്ടോ? മെസ്സേജിൽ മെസ്സേജ് ഉണ്ടോ? സാക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലതിലും ഒന്നും കാണുകയില്ല. കുറേ ഒച്ചയുണ്ടാക്കി ഒരു പരിപാടി നടത്തി എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും കാണുകയില്ല. അങ്ങനെയല്ല, നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇഫ് യു ആർ റിയലി പ്രേയിങ്, ഗോഡ് വിൽ ടോക്ക് ടു യു. ഐദർ യു ക്യാൻ ലിസൺ ഓർ യു ക്യാൻ ബ്ലോക്ക് യുവർ ഇയേഴ്സ്. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഒന്നിനും നിങ്ങൾക്ക് അതുകൊണ്ടാണ് കർത്താവ് ഇടയ്ക്കൊക്കെ പറഞ്ഞു, ചെവിയുള്ളവൻ ഈ ചെവിയില്ലാത്തവരോടാണ് കർത്താവ് സംസാരിച്ച മുഴുവൻ. അല്ല, ചില ആളുകൾക്ക് കേൾക്കാൻ മനസ്സില്ല, അവരവരുടെ കാണാൻ താല്പര്യമില്ല. കണ്ടാലും കാണുകയില്ല, കേട്ടാലും കേൾക്കുകയില്ല, ഗ്രഹിക്കുകയില്ല, മനം തിരിയുകയില്ല. അതുകൊണ്ട് ഐദർ യു ക്യാൻ ലിസൺ ഓർ യു ക്യാൻ ബ്ലോക്ക് യുവർ ഇയേഴ്സ്. ഇതാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം വിളിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഒന്നും ചെവി തുറന്നങ്ങ് വെച്ചിട്ടില്ല. ചിലരൊക്കെ തുറന്നു വെച്ചു, അടിയൻ ഇതാന്ന് പറഞ്ഞു, സംസാരിക്കണമെന്ന് പറഞ്ഞു. മറ്റു ചില ആളുകൾ ചെവി അടച്ചു വെച്ചിട്ടുമുണ്ട്.
നമ്മൾ വേദപുസ്തകം വീണ്ടും പരിശോധിക്കുമ്പോൾ എൻ്റെ ചെവി തുറക്കണം, എൻ്റെ ചെവി തുളയ്ക്കണം, എൻ്റെ ചെവി വീണ്ടെടുക്കണം എന്നൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ട്. അതെല്ലാവരുടെയും കാര്യത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ പുരോഹിതന്മാരെയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കാതിന്മേൽ രക്തമൊക്കെ പുരട്ടി അതിനെ വീണ്ടെടുക്കണം. കാരണം എന്നാലേ കേൾക്കുകയുള്ളൂ. ദൈവശബ്ദം കേൾക്കുന്ന തരത്തിൽ അവരുടെ ചെവിയൊക്കെ വീണ്ടെടുക്കപ്പെടേണ്ടതും ഉണർത്തപ്പെടേണ്ടതും ഒക്കെ. അതുകൊണ്ടാണ് യെശയ്യാവിലൊക്കെ നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നത്, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് കർത്താവേ രാവിലെ തോറും എൻ്റെ ചെവി ഉണർത്തണമേ. എൻ്റെ ചെവി അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടഞ്ഞിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ചാൽ ഒന്നും കേൾക്കുകയില്ല കേട്ടോ. ചിലരൊക്കെ ഇപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇന്ന് വരെ ഞാനൊന്നും. പിന്നെ ചിലർ ചോദിക്കും, എങ്ങനെ ദൈവശബ്ദം കേൾക്കുന്നത്, ഹൃദയത്തിലാണോ ചെവിയിലാണോ? അത് കേട്ട് നോക്കെങ്കിലും അറിയാൻ നോക്കുള്ളൂ അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് കേട്ട് നോക്കിയാൽ മാത്രമേ. ഒന്ന് അടുത്ത് ചെല്ലേ. ദൈവം എന്താ പറഞ്ഞത്? കം ക്ലോസ് ടു മീ, അടുത്ത് വാ. ഈ മോശയ്ക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരുന്നു? മോശ ആരോടൊക്കെ ചോദിച്ചു എങ്ങനെ ദൈവം സംസാരിക്കുന്നത്, ഹൃദയത്തിലാണോ ചെവിയിലാണ്? അബ്രഹാം ആരോടെങ്കിലും ചോദിച്ചോ? അബ്രഹാമിന് ബൈബിൾ ക്ലാസ്സും ഇല്ലായിരുന്നു, കൂട്ടായ്മയില്ലായിരുന്നു. ഉണ്ടായിരുന്നു? നിങ്ങൾ പറ. അബ്രഹാമിൻ്റെ വിശ്വാസമൊക്കെ പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദർ വാസ് നോ ചർച്ച്, ദർ വാസ് നോ ബൈബിൾ ക്ലാസ്, ദർ വാസ് നോ കമൻട്രി, ദർ വാസ് നോ ബൈബിൾ. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആളുകളുടെ ചോദ്യം, എങ്ങനെയാണ് ദൈവഹിതം അറിയുന്നത്, എങ്ങനെയാണ് എത്ര ചോദ്യം. ഇല്ല, ക്യാമ്പിനൊക്കെ ചെന്ന പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ചോദ്യം എഴുതിയിടുന്നത്. എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്, എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്, എങ്ങനെയാണ് ദൈവഹിതം. അപ്പോൾ ഇവരൊക്കെ, ഈ പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അബ്രഹാമിന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നോ? മോശയ്ക്ക് ഇങ്ങനെ ഒരു സംശയം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് യു ആർ ജെനുവിൻ, God takes the initiative. Amen. And you will understand that. Because He calls you by name. നിങ്ങളുടെ പേര് പറഞ്ഞാൽ വിളിക്കുന്നത്. നാം ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുവാനും അത് തിരിച്ചറിയുവാനും ഒക്കെ ഉള്ള കൃപ. ആകെ ചോദിച്ചത് ശാമുവേല. ചിലപ്പോൾ നിങ്ങളത് സംശയിച്ചിരിക്കുന്നു. ഒരു പയ്യനായിരുന്നത് കൊണ്ട്, ഇതുവരെ തന്നെ ദൈവം വിളിച്ചിട്ടില്ലാത്തത് കൊണ്ട്, മറ്റവരൊക്കെ കുറച്ചുകൂടെ മെച്യൂറാണ്. അവൻ തന്നെ വിളിക്കാൻ സാധ്യതയുള്ളവരുടെ അടുക്കൽ ചെന്നു, അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനും കുഴപ്പമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യു ആസ്ക് സംബഡി, തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പ്രസംഗിക്കേണ്ടിയൊക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, സി ആഫ്റ്റർ ഗോഡ് കോൾഡ് മോസസ് ആൻഡ് മോസസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്, ഹി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. ദൈവം സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമുക്ക് വായിക്കാം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് സ്പീക്കിംഗ്, ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്പീക്കിംഗ്, ഗോഡ് ഈസ് റിവീലിംഗ് ഹിസ് ക്യാരക്ടർ. ദൈവം തൻ്റെ സ്വഭാവം, തൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഐ എം എ ഹോളി ഗോഡ്. നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഇറങ്ങി വന്നു പോയതുകൊണ്ട്, ഞാനിവിടെ ഇറങ്ങി വന്നു പോയതുകൊണ്ട് ഈ സ്ഥലം മുഴുവനും വിശുദ്ധമായി പോയി. നിൻ്റെ കാലയിലാണ് ചെരുപ്പ് കിടക്കുകയാണ്. യു ആർ ആൻ അൺഹോളി പേഴ്സൺ, ഐ എം എ ഹോളി പേഴ്സൺ, വിച്ച് മീൻസ് ഗോഡ് സ്റ്റാർട്ടഡ് റിവീലിംഗ് ഹിംസെൽഫ്. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഷോപ്പിംഗ് ലിസ്റ്റ് കാണാനല്ല ആദ്യം കേട്ടോ. അതായിരുന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. മോനെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ശലോമോനോട് ചോദിച്ചോ, അല്ലെ നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നാലും പ്രശ്നം. എന്നാലും നമ്മൾ പറഞ്ഞാൽ ഡാഡിയോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കണം, ഭർത്താവ് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം, കാരണം ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതിലേതാണ് ആദ്യം എന്നുള്ളതൊക്കെ. പിന്നെ എന്നാൽ ശലോമോൻ അത്ര ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തതുപോലെ, അത് അവർക്കൊക്കെ ഈ കാര്യം മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, ഗോഡ് റിവീൽസ് ഹിംസെൽഫ്. ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ നാം ദൈവത്തിൻ്റെ അടുക്കലാണെങ്കിൽ നമുക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ. അതുകൊണ്ട് ഒന്നാമത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു അവബോധം ആണ് മോശയുടെ ഉള്ളിലേക്ക് വരുന്നത്. ഇനിയിപ്പം മോശയ്ക്ക് വിശുദ്ധനാകാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ കണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും ആദ്യം മനസ്സിലായൊരു കാര്യം എന്താണെന്ന് അറിയാമോ? അവർ ഗോഡ് ഈസ് എ ഹോളി ഗോഡ്. ദൈവത്തെ കണ്ടിട്ടുള്ള നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്ത് വായിച്ചോളൂ. യെശയ്യാവ് ആയിക്കോട്ടെ, യോഹന്നാൻ ആയിക്കോട്ടെ, മോശ ആയിക്കോട്ടെ, അബ്രഹാം ആയിക്കോട്ടെ, ഓൾ ഓഫ് ദം ഗോട്ട് the idea that the God whom I talk with, I deal with, is a holy God. ഞാൻ ഇടപെടുന്ന ദൈവം വിശുദ്ധനാണ്. അത് മോശയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. കാരണം അശുദ്ധമായിട്ടുള്ള പല പ്രവൃത്തികളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. തല്ലിക്കൊല്ലാനും കുഴിച്ചു മൂടാനും ഒക്കെ ശ്രമിച്ച ആളാണ്. അതുകൊണ്ട് പറയുകയാണ്, അത് ആ ഒരു ക്യാരക്ടർ അല്ല എൻ്റേത്. എൻ്റെ ക്യാരക്ടർ ഈസ്, നമുക്ക് ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്നെ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ. ഞാൻ വന്നിരിക്കുകയാണ് നിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ, പക്ഷേ
നിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരണം. ലെറ്റ്സ് കണ്ടിന്യൂ റീഡിങ്. നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചാൽ, മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ, സോ ഹി റിവീൽഡ് ഹിസ് നെയിം, ദൈവത്തിൻ്റെ പേര്. കാരണം അങ്ങനെയല്ലേ നമ്മൾ പരിചയം തുടങ്ങുന്നത്. എങ്ങനെയാണ്? നമ്മളിവിടെ മീറ്റിങ്ങിന് പലരും വരുന്നു, പല സ്ഥലത്ത് നിന്ന്. പുതിയതായിട്ട് ഇന്ന് 2-3 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് മീറ്റിങ്ങിൽ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ? ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? വാട്ട്സ് യുവർ നെയിം, പിന്നെ എവിടുന്ന് വന്നു, എന്താ ചെയ്യുന്നത്, പിന്നെ അങ്ങ് പൊക്കോളും കേട്ടോ. ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്? പേരാണ്. അതുകൊണ്ട് മോശയെ വന്ന് പരിചയപ്പെട്ട ദൈവം ആദ്യം മോശയെ വിളിച്ചു. എന്നിട്ട് ഒന്നാമത് പറഞ്ഞു ഐ എം എ ഹോളി ഗോഡ്, രണ്ടാമത് പറഞ്ഞു മൈ നെയിം ഈസ്. അല്ലെങ്കിൽ മോശ അങ്ങോട്ട് ചോദിച്ചെന്ന് വേണേൽ വിചാരിച്ചോളൂ. മോശയ്ക്കും ചോദിക്കാനുള്ള ത്രാണിയുണ്ടായി. ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഐ എം ദാറ്റ് ഐ ആം ദി ഇറ്റേണൽ ഐ ആം. വായിച്ചേട്ടാ വാക്യം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ എന്നുള്ളവൻ, ഇറ്റേണൽ ഐ ആം, നിത്യമായ ഞാൻ എന്നുള്ളവൻ, ഞാനാകുന്നവൻ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. 16-ാം വാക്യം വായിച്ചാൽ യു ക്യാൻ സീ അനദർ തിങ്. 16-ാം വാക്യം, നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ എനിക്ക് പ്രത്യക്ഷനായി. പിന്നെ അവിടെ അടുത്തായിട്ട് ദൈവം റിവീൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം മോശയ്ക്ക് മനസ്സിലൊരു കാര്യം കാണും കേട്ടോ. അതായത് ഇപ്പം നിന്നെ ഞാൻ പരിചയപ്പെട്ടു, നീ വിശുദ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി, നീ അയാമാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ആകുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന പണിയെന്ന് പറയുന്നത് അവരെ വിടുവിക്കലാണല്ലോ. നിന്നെക്കൊണ്ട് വല്ലതും പറ്റുമോ? കാരണം ഞാൻ പരിശ്രമിച്ച് നോക്കിയിട്ടൊന്നും നടന്നിട്ടില്ല. ഇത് ആ എല്ലാ സെൻറ്റൻസും അവിടെ എഴുതിയിട്ടില്ല. ഈ മനസ്സിൽ കൂടി പോകുന്ന ചിന്തയുണ്ട്, ഈ വന്ന ദൈവം ഇനി എന്നെ അങ്ങോട്ട് അയക്കാനോ വല്ലതും പരിപാടിയാണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട് എന്നെ വിടണ്ടെന്നൊക്കെ. അതുകൊണ്ട് ഇംപ്ലൈഡായിട്ട് പറയുകയാണ്, അങ്ങോട്ട് വിടാനുള്ള പരിപാടി വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം നോക്കിയതാണ്, അവിടെ ഒന്നും ഒരു കാര്യവും. സോ ഗോഡ് ഹാഡ് ടു, ഇതറിയാവുന്ന ദൈവം ഒരു പടി മുന്നോട്ട് കടന്ന്, നമ്മൾ പറയുന്ന പോലെ മനുഷ്യൻ കണ്ടത് മരത്തെ കണ്ടെന്ന് മറ്റോ പറയുന്നു. മനസ്സിൽ കണ്ടത് മനസ്സിൽ കണ്ടത് മരത്തിൽ കണ്ടുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ പണ്ട് മുതലേ പ്രവർത്തിച്ചിട്ടുള്ളൊരു ദൈവമാണ്. നിന്നെപ്പോലെ 40 കൊല്ലത്തെ 80 കൊല്ലത്തെ ഒന്നും എക്സ്പീരിയൻസ് അല്ല എനിക്കുള്ളത്. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. അല്ലേ? ഞാൻ അബ്രഹാമിൻ്റെ കാലം മുതൽ പ്രവർത്തിച്ചവനും അബ്രഹാമിനെ വിളിച്ചവനും തിരഞ്ഞെടുത്തവനും ഒക്കെ ആയിട്ടുള്ളൊരു ദൈവമാണ് ഞാൻ. ഐ എം നോട്ട് എ ഗോഡ് ഇൻ യുവർ കൺസെപ്റ്റ്. നിൻ്റെ കാഴ്ചപ്പാടിലിരിക്കുന്ന തരത്തിലുള്ള ഒരു ദൈവമല്ല. ഉടനെ മോശയ്ക്കുണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഹി ബിക്കെയിം അവെയർ ഓഫ് ഹിസ് സിൻ. അല്ലേ? അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായി. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി. മോശ എന്ത് ചെയ്തു? മുഖം മൂടി എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തോട് ഇടപെടാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് മനസ്സിലായിട്ട് അവൻ മുഖം മൂടി. എന്നിട്ട് 11-ാം വാക്യത്തിൽ അവൻ എന്തു പറഞ്ഞു? മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ. ഐ കനോട്ട് ഡു ദാറ്റ്. അതാ ഞാൻ പറഞ്ഞ പുള്ളിയുടെ മനസ്സിൽ തന്നെ ഈ കാര്യം ഇരിപ്പുണ്ടെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ പണി ചെയ്യാൻ ഞാൻ എന്തുമാത്രമുള്ളൂ. 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല. ഏതാണെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും, ഒരു കോൺവെർസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഒരു സംഭാഷണം ഇവിടെ നടക്കുന്നുണ്ടോ? അതോ മോശ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ല, ദൈവവും മോശയും തമ്മിലൊരു നിരന്തര സംഭാഷണം നടക്കുകയാണ്. എന്നിട്ട് മോശ മുഖം മൂടി. മോശ പറഞ്ഞു, ഞാൻ എന്തുമാത്രമുള്ളൂ, എന്നെക്കൊണ്ട് ഈ കാര്യമൊന്നും നടക്കത്തില്ല. വീണ്ടും പറഞ്ഞു, ഞാൻ പണ്ട് മുതലേ സംസാരിക്കാൻ ഒരു കഴിവുമുള്ളവൻ അല്ല. സോ ബിഫോർ എ ഹോളി ലിവിങ് ആൻഡ് പ്രസൻറ്റ് ഗോഡ്, അക്ഷരീയമായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിശുദ്ധനായ ജീവനുള്ള പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ മുഖം മൂടി തൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് തനിക്ക് ബോധമുണ്ടായി. ഈ വന്നു നിൽക്കുന്നവൻ ആരാണെന്നുള്ള ഒരു അവബോധം അവൻ്റെ മനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വെൻ വി കം ടു ക്രൈസ്റ്റ്
ഹി അലൗ ഹിം ടു സീ യുവർ ലൈഫ്. അവനെല്ലാം അറിയാം, അവനെല്ലാം കാണുന്നുണ്ട്. എന്നാൽ അവൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതം അവനോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണമെന്ന്. കമ്പയർ യുവർ ലൈഫ് വിത്ത് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളാരെയും ഇപ്പം മിസ്രൈമിലേക്ക് അവരെ വിടുവിക്കാനൊന്നും ദൈവം അയക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇതെന്തിനായി സാറ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, മോശ അയച്ചു ഇനിയിപ്പോൾ ഞങ്ങളെ അയക്കാൻ പോകുന്നില്ല എന്നൊക്കെ കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ, മോശയുടെ ജീവിതം ദൈവം കണ്ടു എന്ന് മോശയ്ക്ക് മനസ്സിലായപ്പോഴാണ് മോശ പറഞ്ഞത്, ഞാൻ മുഖം മൂടി, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളുകയില്ല, എനിക്ക് വാക്സാമർത്ഥ്യമില്ല, ഐ എം ടോട്ടലി ഹെൽപ്ലെസ് അണേബിൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളങ്ങനെ ഒന്ന് കർത്താവിൻ്റെ മുമ്പിലൊന്ന് നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്താനായിട്ട് ഇടയായി തീരണം എന്ന് ഞാൻ നിങ്ങളെ ഇതിനിടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അടുത്തതായിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം മോശയുടെ ആശങ്കകളാണ്. മോൻ മൂടിയതും ഞാൻ കഴിവില്ലാത്തവനാണെന്നും സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തവനാണെന്നും ഒക്കെ പറഞ്ഞത് ആരുടെ ആശങ്കകളാണ്? മോശയുടെ ആശങ്കകളാണ്. നൗ ഗോഡ് സ്റ്റാർട്ട്സ് ഷെയറിങ് ഹിസ് ഹാർട്ട്. ഇതല്ലേ പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഇവൻ്റെ ആശങ്ക പറയുന്നു, ദൈവം തൻ്റെ ഹൃദയം മോശയോട് പങ്കുവെക്കുന്നു. നമുക്ക് ദൈവം എന്താണ് ചെയ്തത് എന്ന് നോക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന കാര്യങ്ങളൊക്കെ മോശയോട് വെളിപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എന്താണ്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, ഇത് ഓരോന്നോരോന്നായി മോശയോട് താൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ഗോഡ് എക്സ്പ്രസ്ഡ് ഹിസ് ഡിസയർ ടു വർക്ക് ത്രൂ മോസസ്. ദൈവത്തിന് മനസ്സിൽ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് ഒഴുക്കണമെങ്കിൽ ദൈവത്തിനൊരു മനുഷ്യൻ വേണം, ഒരു വ്യക്തി വേണം. ആ വ്യക്തി നീ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഈ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകും. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കുവാനും. നിന്റെ സങ്കടം കണ്ടെന്നും നിന്റെ കഷ്ടത കണ്ടെന്നൊന്നും അല്ല പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിക്കണേ. അതായിരിക്കും ചിലരുടെ സങ്കടം. നമ്മുടെ സങ്കടവും കഷ്ടതയൊക്കെ ഒന്ന് ഇത് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞ അങ്ങനെയല്ല, ഞാൻ അവരുടെ കഷ്ടത കണ്ടു. ഊഴിയ വിചാരകന്മാർ മുഖാന്തരം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ കണ്ടു. അവരുടെ ഹൃദയവ്യഥ, അവരുടെ സങ്കടം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യം, അവരുടെ സങ്കടം ഞാൻ കണ്ടു എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സങ്കടപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സങ്കടമൊന്നും, പക്ഷേ നമ്മുടെ എല്ലാ സങ്കടങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവം പറയുകയാണ്, നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഞാൻ അറിയുന്നു. വായിച്ചാട്ടെ. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കുവാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അങ്ങ് കൊണ്ടുപോകോ ദൈവമേ എന്നാണ് പറയേണ്ടത്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അല്ലേ? ഇവരെ ഈ കഷ്ടതയിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഞാൻ നിന്നെ അയക്കും. ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാൻ അവരെ വിടുവിക്കും എന്നല്ല പറഞ്ഞത്. ഞാൻ നിന്നെ, എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്, ഒരു റിസ്ക് ഫാക്ടറുണ്ട്. ഞാനതിനെ റിസ്ക് ഫാക്ടർ എന്ന് വിളിച്ചു. നിങ്ങളതിനെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രെയർ ഓൾവേസ് ഇൻവോൾവ്സ് അസ്. ഇതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്. ദൈവമേ നീ അല്ലേ ശക്തിയുള്ള ആൾ, നീ അങ്ങ് അവരെ വിടുവിച്ചേക്കെന്ന് പറഞ്ഞാൽ ദൈവം അല്ലല്ല, എനിക്ക് നിന്നെ അയക്കണം, എനിക്കൊരാൾ വേണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗോഡ് പ്രെയർ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ വായിച്ചാൽ ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഗോഡ് വിൽ ഡു നത്തിങ് വിത്തൗട്ട് എ മാൻ. ഒരു മനുഷ്യനില്ലാതെ, ഒരു മനുഷ്യനിൽ കൂടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ദൈവം ഒരു നിസ്സഹായനെ പോലെ നിൽക്കുകയുള്ളൂ. നിസ്സഹായനായതുകൊണ്ടല്ല, വിടുവിക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ല, ചെങ്കടൽ പിളർക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ മോശയുടെ കയ്യിലിരിക്കുന്ന വടിയോ ഏലിയാവിൻ്റെ കയ്യിലിരിക്കുന്ന പുതപ്പോ ഒരു ഏലിയാവോ ഒരു മോശയോ ഒരു അബ്രഹാമോ ഒക്കെ ഇല്ലാതെ ദൈവം ലോകത്തിലൊന്നും. അതാണ് കൃപയെന്ന് പറയുന്നത്, അതാണ് ഈ കൂട്ടുവേലയെന്ന് പറയുന്നത്. അതുകൊണ്ട്
മോശ അവോട് പറയുകയാണ്, ഞാൻ നിന്നെ അയക്കും, ഞാൻ പോയി വിടുവിക്കാൻ പോവാണ്, നീ കണ്ടോന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെയാണ് എന്ത് പറഞ്ഞേനേയും, നീ നോക്കിക്കോ കണ്ടോണം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ ദൈവം അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ചെയ്യാൻ പോവാണ്, പക്ഷെ നീ വേണം, ഐ വിൽ സെൻഡ് യു, ഞാൻ നിന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം മോശയ്ക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായി. എന്താണ് ആ റിയലൈസേഷൻ? പ്രേയർ ഈസ് മച്ച് മോർ ദാൻ എ റിലീജിയസ് എക്സസൈസ്. പ്രേയർ ഈസ് മച്ച് മോർ ദാൻ എ റിലീജിയസ് എക്സസൈസ്. പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു ആത്മീയ ചിട്ടയല്ല, ഒരു ആത്മീയ ഹാബിറ്റല്ല, ഇതൊരു തഴക്കമല്ല. ഇത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന ഒരു ചിട്ടയും ഒരു പ്രമാണവും ഒരു തഴക്കവും ഒന്നും അല്ല. അതിനൊക്കെ അപ്പുറത്താണ് പ്രാർത്ഥന. ആർ യു ഫോളോയിങ് ദാറ്റ്? ഇതൊരു ചിട്ടയല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തനത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതിനായിട്ട്, പങ്കാളികളായി തീരുന്നതിനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം അതിനായിട്ട് നമുക്ക് നൽകുന്ന അവസരത്തിനാണ് ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത്. വെൻ യു ഗോ ടു ഗോഡ് ഇൻ പ്രെയർ, ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ട്. നിങ്ങൾ ദൈവത്തെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ പ്രായോഗികമായ ഒരു പങ്കാളിത്തം നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഈ ദേശത്തിന് വേണ്ടി ഞാൻ അതിന് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ആലുവയെ മുഴുവൻ രക്ഷിക്കണം, കടത്തിലിരിക്കുന്ന പലരെയും വിടുവിക്കണം, രോഗികളെ സൗഖ്യമാക്കണം. ഇതെല്ലാം കേട്ടിട്ട് ദൈവം ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും, യെസ് ഞാൻ നിന്നെ അയക്കാം. അപ്പം നമ്മൾ പറയും, അടിയനിതാ അവനെ അയച്ചേക്കണേ അല്ലേ, ഞാനിവിടെ ഇരുന്നോളാം, വേറെ ആരെയെങ്കിലും നീ അയച്ചേക്കണേ എന്നാണ് പറയുന്നതെങ്കിൽ അത് ശരിയാവില്ല കേട്ടോ. യു ഹാവ് ടു ഗോ. ഇറങ്ങി വന്നിട്ട് പറയാണ്, ഈ പ്രതിസന്ധിയെക്കുറിച്ചാണല്ലോ നീ വറീഡായിട്ടിരിക്കുന്നത്, ഞാൻ നിന്നെ തന്നെ അങ്ങോട്ട് അയക്കും. അതിന് തയ്യാറുള്ളവരാണ് പ്രാർത്ഥിക്കേണ്ടത്. അവിടെയാണ് പ്രാർത്ഥന അർത്ഥപൂർണം ആകുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എൻ്റെ ജോലി ചുമ്മാതെ ഇതെല്ലാം ദൈവത്തോടിങ്ങനെ പറയൽ മാത്രമാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഇരുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം പോകാൻ പറഞ്ഞാൽ അത് ആരെങ്കിലും അയച്ചേക്കാം. വടക്കേ ഇന്ത്യയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് പോകാമോ എന്ന് ചോദിച്ചാൽ, അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണെന്ന് പറയണേ, ആകെ മൊത്തം അസൗകര്യങ്ങളാണ്, എനിക്കെപ്പോൾ സമയം കിട്ടിയിട്ടാണ് എനിക്ക് ആ കാര്യമുണ്ട് ഈ കാര്യമുണ്ട്. അപ്പോൾ മോശയ്ക്ക് ഒരു കാര്യമില്ലായിരുന്നു. മോശയ്ക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോശ എന്ത് പറഞ്ഞു? അടിയൻ ഇതാ, ഹിയറാമായി എന്നാണ് മോശ പറഞ്ഞത്. ഏതാണെങ്കിലും നമ്മളെപ്പോലെ തന്നെ കേട്ടോ, മോശയ്ക്ക് ഒരുപാട് എക്സ്ക്യൂസൊക്കെ പറഞ്ഞു. നമുക്ക് മോശ പറഞ്ഞ എക്സ്ക്യൂസൊക്കെ, ഒഴികഴിവുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 3:11. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ഞാൻ എന്തുള്ളൂ, ഐ എം നത്തിങ്, ഞാൻ എന്താ ഉള്ളു, ഇച്ചിരേ ഉള്ളൂ എന്ന് പറഞ്ഞു. 13-ാം വാക്യം, മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. 4:1 അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. 4:1 അതിന് മോശെ അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും അവരെൻ്റെ വാക്ക് കേൾക്കുകയല്ലെന്ന് പറഞ്ഞു. 10-ാം വാക്യത്തിൽ ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനാണെന്ന് പറഞ്ഞു. 13-ാം വാക്യത്തിൽ മറ്റേ ആരെയെങ്കിലും അയക്കണമേ, ഇല്ലേ, എന്തെല്ലാം പറഞ്ഞു. എന്നാൽ അവൻ അവനോട് കർത്താവേ നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഈ ഭാഗം നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞു ഞാൻ എന്തുമാത്രമുള്ളൂ, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റുകയില്ല, ഞാൻ അതിന് തക്കതായിട്ടൊന്നും പ്രാപ്തിയുള്ളവൻ അല്ല. പിന്നെ നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് മിസ്രൈമിനെ കുറിച്ച് എന്തറിയാം, ഞാനാണെങ്കിൽ അവിടെ കിടന്ന് ഒരുപാട് പണിതിട്ടുള്ള ആളാണ്, നിന്നെക്കൊണ്ടും അതൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നാമതായിട്ട് അവരെൻ്റെ വാക്ക് കേൾക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഇനി നിർബന്ധിച്ച് നീ എന്നെ വിടുകയാണെങ്കിലും ഐ കനോട്ട് കൺവിൻസ് ദം, എനിക്ക് അവരെ ബോധ്യപ്പെടുത്താനുള്ള പ്രാപ്തി. അപ്പോൾ രണ്ടുപേരുടെയും തിങ്കിങ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോശ മുഴുവൻ മോശ സെൻറ്റേഡ് ആയിട്ടുള്ള തിങ്കിങ്ങാണ്. ഞാൻ ആരുമില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്കവരോട് സംസാരിക്കാനുള്ള കഴിവില്ല, എൻ്റെ പ്രസംഗത്തിന് അത്ര ചാതുര്യമില്ല, പല കാര്യങ്ങളാണ്. പിന്നെ അവസാനമായിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഐഡിയലായിട്ട് തോന്നുന്നത്, അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും, മറ്റാരെയെങ്കിലും അയക്കണമേ, അല്ലേ. അപ്പോൾ മോശയ്ക്ക് വാക്ചാതുര്യമൊന്നും ഇല്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിച്ചാൽ
വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നെന്നാണ്. സമർത്ഥനായിരുന്നു. മോശയ്ക്ക് വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഒരു അല്പം വിക്കൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാമർഥ്യക്കുറവൊന്നും വാക്കിലുമില്ല, പ്രവൃത്തിയിലുമില്ല. 7:22 സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ മോശയെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് പറയുന്നത്, മോശെ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. പക്ഷെ ആ സാമർഥ്യം ഒന്നും അത്ര കേമല്ല എന്ന് പുള്ളിക്കിപ്പോൾ ബോധ്യപ്പെട്ട് തുടങ്ങിയെന്നേ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യമുള്ള ആളിപ്പോൾ പറയുകയാണ്, ഞാൻ അത്ര സമർത്ഥനല്ല, എനിക്ക്. അതുകൊണ്ട് അവസാനം പുള്ളി ഒരു സൊല്യൂഷൻ കണ്ടെത്തി. എന്താണ് വാട്ട് വാസ് മോസസ് സൊല്യൂഷൻ? മറ്റാരെങ്കിലും അയക്കണം, എന്നെ അയക്കണ്ട, മറ്റാരെങ്കിലും അയക്കണം. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഈസ് ദാറ്റ്, നമ്മുടെ സമയം ഇച്ചിരി മുമ്പോട്ട് പോയെങ്കിലും ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഗോഡ് പേഷ്യൻ്റ്ലി ഡെൽറ്റ് വിത്ത് ഓൾ ദി എക്സ്ക്യൂസസ്. ഈ ഓരോ ഒഴികഴിവുകളുടെ ഇടയിൽ ദൈവം വളരെ ക്ഷമയോടെ മോശയോടുകൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. എങ്ങനെ പ്രവർത്തിച്ചത്? ഒന്നാമത് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി. രണ്ടാമത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മൂന്നാമത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വഴികളും ഒക്കെ എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ദൈവത്തോട് മോശയുടെ കൂടെ ദൈവം പേഷ്യൻ്റായിട്ട്, ഇങ്ങനെയാണ് ഒരാളെ ദൈവം മേക്ക് ചെയ്യുന്നത് കേട്ടോ. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ഗോഡ് മേക്സ് അസ്. ദൈവം നമ്മളെ രൂപപ്പെടുത്തിയെങ്കിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് ദൈവത്തെക്കുറിച്ചുള്ളൊരു ദർശനം നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും. ദൈവത്തിൻ്റെ ശക്തിയും കഴിവും എന്താണെന്നുള്ളത് നമുക്കവൻ വെളിപ്പെടുത്തി തരും. അത് വെളിപ്പെടുത്തിയോ എന്നറിയാനായിട്ട് 1-2 വാക്യങ്ങൾ വായിച്ചാൽ 3:12 അതിനവൻ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. അപ്പം മോശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റുകയില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, വേണ്ട, ഐ വിൽ ഡു ഇറ്റ്. നിന്നെ കൊണ്ട് പറ്റുകയില്ല, ആര് ചെയ്യും? ഞാനത് ചെയ്തോളാം. ഐ വിൽ ഡു ഇറ്റ്. നമ്മൾ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുകയില്ല, എനിക്ക് കാശില്ല, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദൈവം പറയണത്, നീ ഒന്ന് നിന്ന് തന്നാൽ മതി, പണിയൊക്കെ ഞാൻ ചെയ്തോളാമെന്ന്. നമ്മൾ നേരത്തെ ഒരു വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ട്. മോശയുടെ കൈയോടുകൂടെ ദൈവത്തിൻ്റെ മഹത്വമുള്ള കൈയും കൂടെ വരുന്നത്. മോശയുടെ കൈ തന്നെയല്ല വരുന്നത്, യെശയ്യാവ് അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ നിന്നാൽ മതി, ഞാനത് ചെയ്തോളാം. വീണ്ടും 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ ആരാണ്, എൻ്റെ പദ്ധതികൾ എന്താണ് എന്നുള്ളത് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ആ വാക്യങ്ങൾ നീളമുള്ളതായതുകൊണ്ട് 14 മുതലുള്ളത് നിങ്ങൾ വായിച്ചാൽ 14 ഒന്ന് വായിച്ചു തരുവാണെങ്കിൽ, അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇത് തുടങ്ങി അങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യു തിങ്ക് ഐ കനോട്ട് ഡു ഇറ്റ്, ബട്ട് ഐ എം ടെല്ലിങ് യു ഹു ആം ഐ ആൻഡ് വാട്ട് ആർ മൈ പ്ലാൻസ്. എനിക്കും അത് പറ്റിയാലെന്നാണ് നീ കരുതുന്നതെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞോ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നീ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അതൊന്ന് പിന്നെ വീട്ടിൽ പോയിട്ട് വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, ഐ കനോട്ട് കൺവിൻസ് ദം. എനിക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുകയില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? നീ ബോധ്യപ്പെടുത്തണ്ട, ഐ വിൽ കൺവിൻസ് ദം. ഞാൻ അവരെ ബോധ്യപ്പെടുത്തിക്കോളാം. 1-ാം വാക്യം ഒന്ന് വായിച്ചു തരുവാണെങ്കിൽ 4:1. അതിന് മോശെ, അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും. ഇതൊന്നും അവർക്ക് ബോധ്യം വരികയില്ല. പക്ഷെ നിങ്ങളത് തുടർന്ന് വായിക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഞാൻ അവർക്ക് ബോധ്യം നൽകും. അതിന് ചിലപ്പോൾ എനിക്ക് കുറേ ബാധകളൊക്കെ അയക്കേണ്ടി വരും, ബട്ട് ഫൈനലി ഐ വിൽ കൺവിൻസ് ദം. ഞാൻ അവർക്ക്, നീ അല്ല ഈ ബോധ്യം നൽകുന്നത്, നമ്മളും അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ആരെങ്കിലും വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്, നമ്മളുടെ ജ്ഞാനമൊന്നുമല്ല, മനുഷ്യൻ്റെ വിശ്വാസത്തിന് ദൈവശക്തി തന്നെ ആധാരം. നമ്മുടെ കഴിവോ ജ്ഞാനമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ മോശയ്ക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പറയുകയാണ്, നീ പണിയണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എന്നിട്ട് 4:11 വന്നപ്പോൾ പറഞ്ഞു, ഐ കനോട്ട് പ്രീച്ച് വെൽ. ഞാനിപ്പോഴും സംസാരശേഷിയുള്ളവൻ അല്ല. അപ്പം ദൈവം എന്ത് പറഞ്ഞു? അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആര്? യഹോവയായ ഞാനല്ലയോ? ചുരുക്കം പറഞ്ഞാൽ, ഐ എം ഗോയിങ് ടു ഡു ദ ടോക്കിംഗ്. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. അതുകൊണ്ട് അടുത്ത വാക്യം കൂടെ വായിച്ചാൽ, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് അരുളി ചെയ്തു. ഐ വിൽ ഡു ദ ടോക്കിംഗ്. എനിക്കൊരു വാ മാത്രം മതിയെന്ന്. അത് വലിയ വിഷമമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം കേട്ടോ. നീ എൻ്റെ ഒരു വായായിട്ട് മാത്രം ഇരുന്നാൽ മതി. ഹു വിൽ ഡു ദ ടോക്കിംഗ്? ഐ വിൽ ഡു ദ ടോക്കിംഗ്. ഞാൻ സംസാരിച്ചോളാമെന്ന്. ദിസ് ഈസ് പ്രെയർ.
വീണ്ടും 14-ാം വാക്യം വായിക്കുമ്പോൾ 14 മുതൽ 17 വരെ വായിക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹ്റോൻ നിന്റെ സഹോദരനല്ലയോ? അപ്പം എൻ്റെ ചുരുക്കം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വേറെ ആരെയെങ്കിലും അയക്കണം എന്നല്ലേ പറഞ്ഞത്. എന്നെക്കൊണ്ട് പറ്റുകയില്ല, നീ വേറെ ആരെയെങ്കിലും അയക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ദൈവത്തിന് അല്പം ദേഷ്യമൊക്കെ വന്നത്. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ടു ഫൈൻഡ് സംബഡി എൽസ്. വേറൊരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നീ സംസാരിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞതിന് പകരം ഞാനൊരാളെ, എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാതിരുന്നിരുന്നെങ്കിൽ ദൈവം ഹീൽ ചെയ്തേനെയും. വെറുതെ അങ്ങ് പോയാൽ മതിയായിരുന്നു. മനസ്സിലായോ? ഈ അഹരോനും കൂടെ കൊണ്ടുപോയി, നിങ്ങൾ എൻ്റെ ഇമാജിനേഷനോട് ചേരുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവം ആരാണെന്ന് മനസ്സിലാക്കി, യേസ് കർത്താവെ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയായി പോയേനെയും. പക്ഷേ ഈ പുള്ളിക്കാരൻ വാശി പിടിച്ച് വേറെ ആരെങ്കിലും അയക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ആളെ അയക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ദൈവം ബോധ്യപ്പെടുത്തിയാണ് ആരെ കൊടുത്തത്. പക്ഷേ അവിടെ വേറൊരു സന്ദേശം കിടപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് ഐ സെൻഡ് സംബഡി എൽസ് യു വിൽ മിസ് സംതിങ്, അല്ലേ? നിനക്ക് എൻ്റെ കൂടെയുള്ള പങ്കാളിത്തത്തിൽ കുറവ് വരും. ഞാൻ നിന്നെ കൊണ്ട് ഈ കാര്യം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നടക്കണമെങ്കിൽ മര്യാദയ്ക്ക് നീ തന്നെ വരികയാണ് നല്ലതെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് മോശയ്ക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അനുസരണത്തോടെ പോകുന്ന. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, സിൻസിയർ വേർഡ്സ് ആൻഡ് ഒബീഡിയൻറ്റ് ലൈഫ്സ്. പ്രാർത്ഥിക്കാൻ പോയാൽ ആത്മാർത്ഥതയുള്ള വാക്കുകളും ആത്മാർത്ഥത ഇല്ലാത്ത വാക്കുകൾ ദൈവത്തോട് പറയരുത്. അതുപോലെ അനുസരണ മനോഭാവവും. ഞാൻ പോകാം, ഞാൻ അനുസരിക്കാം, ഈ കുറവൊക്കെ നീ ഇത് മറിയൊക്കെ യേശുവിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുടനെ സൊല്യൂഷൻ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് കാര്യവും പരിഹരിക്കാൻ ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. എന്നാൽ കർത്താവിനെ കൂടുതൽ അടുത്തറിഞ്ഞ് ഈ രൂപാന്തരങ്ങളിലേക്കൊക്കെ വരാനായിട്ട് മോശയ്ക്ക് സമയം കൊടുത്തു. ആൻഡ് സ്ലോലി മോസസ് കെയിം ഇൻ ടു ഇറ്റ്, ഇല്ലേ? ക്രമേണ മോശ ഈ ബോധ്യത്തിലേക്ക് വരുന്നു. ആ ബോധ്യത്തിലേക്ക് വരാനായിട്ട് എന്ത് വേണ്ടി വന്നു? ഫെയ്ത്ത്. ഈ ബോധ്യത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഇത് ഒന്നും കണ്ടിട്ടല്ല, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല, ഇപ്പം ഞാൻ ചെന്ന് ദൈവം എന്നോട് പറഞ്ഞെന്നും അങ്ങനെയൊക്കെ സംഭവിച്ചെന്നും ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ സംഭവിച്ചെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ അറിയാം. പക്ഷെ അവിടെയും പോയി ധീരമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ വടിയെടുത്ത് ചെങ്കലിൻ്റെ നീരെ നീട്ടുക, അപ്പോൾ ഇത് സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എന്തുണ്ടെങ്കിലേ ഈ കൈ വടിയെടുത്ത് നീട്ടുകയുള്ളൂ. എന്ത് വേണം? വിശ്വാസം വേണം. സോ ഇൻ പ്രെയർ, ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ നിൽക്കണം? വിശ്വസിച്ചുകൊണ്ട് എന്തപേക്ഷിച്ചാലും. അപ്പോൾ ഇതെല്ലാം ഇൻ്റർട്വൈൻഡ് ആണ് കേട്ടോ, ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മോശ പറഞ്ഞത്, ഹീറമായി, ഞാനിതാ നിൻ്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രാർത്ഥന? ഇതൊരു പ്രാർത്ഥനയായിട്ട് നിങ്ങൾ കണക്കാക്കുന്നെങ്കിൽ ഞാൻ കണക്കാക്കുന്നു, വാട്ട് വാസ് അക്കംപ്ലിഷ്ഡ് ബൈ ദിസ് പ്രെയർ. ഈ പ്രാർത്ഥന കൊണ്ട് എന്താ നേടിയത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മോശ ഓൺ ദ വൺ ഹാൻഡ്, ഗോഡ് ഓൺ ദി അതർ ഹാൻഡ്. ദൈവത്തിനെ മോശയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഗോഡ് ഈസ് എ ഹോളി ഗോഡ് ആൻഡ് മോസസ് ഈസ് എ സിൻഫുൾ മാൻ. വിശുദ്ധനായ ദൈവം അശുദ്ധനായ മോശയെ വിശുദ്ധീകരിക്കുന്ന പരിപാടി പ്രാർത്ഥന വഴിയാണ്. അതുകൊണ്ട് നമ്മൾ സാങ്ക്ടിഫിക്കേഷനും പ്രയറും കൂടെയുള്ള ബന്ധം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പം വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി, നമ്മുടെ അശുദ്ധി ഓരോന്നോരോന്നായി നമ്മളെ വിട്ടുപോകാനായിട്ട് തുടങ്ങും. നമുക്ക് ഒരു രക്ഷണ്യ വേല ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു പരിപാടിയും നമ്മുടെ കയ്യിലില്ല. എല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. മോശയുടെ പോലെ അടിച്ചു നോക്കി, കുഴിച്ചിട്ട് നോക്കി, വഴക്ക് തീർത്ത് നോക്കി, ആൻഡ് നൗ വി ആർ ബാങ്ക്രപ്റ്റ്. നമ്മുടെ കയ്യിൽ ഇനി പദ്ധതികളൊന്നുമില്ല, ആവനാഴിയിൽ അമ്പൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇനിയും ആയുധങ്ങൾ ഇഷ്ടം പോലെ. സോ ഗോഡ് ഈസ് റിവീലിംഗ് ഹിസ് പ്ലാൻ, വണ്ടർഫുൾ പ്ലാൻസ്. 3, നമ്മൾ വളരെ മടിയന്മാരായിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തവരായിട്ടൊക്കെ ഇരിക്കുമ്പോൾ, ഗോഡ് ഈസ് എ ലവിങ് ഗോഡ്, എ കമ്പാഷനേറ്റ് ഗോഡ്. സ്നേഹമുള്ള, മനസ്സലിവുള്ള, ഈ കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങി വരാൻ താല്പര്യമുള്ളൊരു ദൈവം. നമുക്ക് വളരെ മടിയാണ്, പക്ഷെ ദൈവം ഇറങ്ങി വരാൻ. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. വിശുദ്ധനായ ദൈവം, പ്ലാനും പദ്ധതിയുമുള്ള ദൈവം, സ്നേഹമുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം, പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഈ ആളുമായിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോയേക്കെന്ന് അറിയണം. നമ്മൾ അശുദ്ധിയുള്ളവരാണ്, ആശയദാരിദ്ര്യം നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് മടിയാണുള്ളത്, സ്നേഹവും മനസ്സലിവും ഒന്നുമില്ല. എന്നാൽ പ്രാർത്ഥന വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ,
ട്രാൻസ്ഫോംസ് അസ്. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തിയിട്ട് ദൈവത്തോടൊപ്പം സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആളുകളായിട്ട് നമ്മളെ അതുകൊണ്ട് വാസ്തവത്തിൽ പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കുന്നത്? ഗെറ്റിംഗ് ഗോഡ് ഇൻ ടു ആക്ഷൻ ഓർ ഗെറ്റിംഗ് മോസസ് ഇൻ ടു ആക്ഷൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവം മടിയനാണ്, ദൈവം പ്രവർത്തിക്കുന്നില്ല. ദൈവം ആലുവായിലൊന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, എറണാകുളത്തൊന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, തൃശ്ശൂർ ഇതെല്ലാം നമ്മൾ കർത്താവേ നീ ആകാശം കയറി എവിടെ ഇറങ്ങി വരണം? ആലുവായിലേക്ക്, തൃശ്ശൂരിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ സഭയിലേക്ക്. എൻ്റെ അർത്ഥം നമ്മൾ പറയുന്നത്, ദൈവമേ നീ മടിയൻ, നീ ഉറങ്ങിയിരിക്കുകയാണ്, നീ ഒന്ന് ഇറങ്ങി വാ. അല്ലെന്ന് ആണോ നിങ്ങൾ പറ? അല്ലല്ല. ആരാ മടിയൻ? നമ്മളോട് പോകാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറയാം, അയ്യോ എനിക്ക് പറ്റത്തില്ല, വേറെ ആരെങ്കിലും വിട്ടേരെ, എനിക്ക് കഴിവില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുകയില്ല. സോ ഇറ്റ്സ് നോട്ട് എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓവർകമ്മിങ് ദി റിലക്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മടിയെ അതിജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മടി മാറ്റുകയല്ല. ആണോ? അല്ല. പിന്നെന്താണ്? പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗോഡ് ഈസ് ഗെറ്റിംഗ് യു ഇൻവോൾവ്, മീ ഇൻവോൾവ്. എന്നെ മടി മാറ്റി ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം സജ്ജനാക്കുകയാണ്. അല്ലെങ്കിൽ മോശ ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയല്ല. ദൈവം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു, ഞാൻ മടിയനൊന്നുമല്ല. ഏറ്റവും വലിയ പ്രവർത്തകൻ ദൈവമാണ് കേട്ടോ. ഏറ്റവും വലിയ പ്രവർത്തകൻ നമ്മളൊന്നുമല്ല. നമ്മൾ ചിലരൊക്കെ പറയൂ ഇങ്ങനെ ഒരു പ്രവർത്തകൻ ഇല്ലെന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷേ ദൈവത്തിന് അടുക്കലെങ്കിൽ നിൽക്കാൻ പറ്റുകയില്ല. ദൈവമാണ് ഏറ്റവും വലിയ പ്രവർത്തകൻ. അതുകൊണ്ട് ദൈവത്തിന് മടിയില്ല. ദൈവത്തിൻ്റെ മടി മാറ്റാനല്ല, ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് മാറ്റം വരാൻ വേണ്ടിയാണ്. നമുക്ക് മാറ്റം വരാനായിട്ടാണ്. ദൈവം മോശയെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ആ മോശയിൽ കൂടി ദൈവശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പദ്ധതികളും അതിനൊന്നും മാറ്റമില്ല. അത് മോശയിൽ കൂടി ഒഴുകാനായിട്ട് ഒരു അവസരം ദൈവം ഉണ്ടാക്കുക മാത്രമാണ് സംഭവിക്കുന്നത്. ഈ പരിപാടിയിൽ ആർക്കാ മാറ്റം വന്നത്? ദൈവത്തിനാണോ മാറ്റം വന്നത്? മോശയ്ക്കാണോ മാറ്റം വന്നത്? ആർക്കാ മാറ്റം വന്നത്? മോശയ്ക്കാണ്. ഇറ്റ് ചേഞ്ച് ദ ഹാർട്ട് ഓഫ് മോസസ് ആൻഡ് നോട്ട് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന് പണ്ട് തന്നെ ആഗ്രഹമാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന്. ആണോ? മോശയ്ക്ക് തൽക്കാലം ഉണ്ടായ ഒരു ഇമ്പൾസീവ് ആഗ്രഹമാണ്. പക്ഷേ ദൈവത്തിന് എത്രയോ കാലമായിട്ട്, കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത്, ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? 400 കൊല്ലം അടിമകളായിട്ട് പാർക്കും, പിന്നെ ഞാൻ അവരെ വിടുവിക്കും. അപ്പോൾ ഇതൊക്കെ ഈ മോശ വേണമെന്നും ഈ പരിപാടികളുണ്ടെന്നും ഒക്കെ ഉള്ളത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പണ്ടുപണ്ടേ ഉള്ള, അതുകൊണ്ടാണ് നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ആ പരിപാടികൾ പിടിച്ചെടുത്ത് നടപടിയാക്കുന്നതിന് നമുക്കാണ് പലപ്പോഴും മടിയുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ദൈവിക പദ്ധതികളൊക്കെ ഒന്ന് അനാവരണം ചെയ്ത് കിട്ടുവാനും നമ്മുടെ മടിയൊക്കെ ഒന്ന് മാറുവാനും ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തനത്തിൽ മുന്നേറുവാനും. അപ്പോൾ വാസ്തവത്തിൽ പ്രാർത്ഥനയിൽ ദൈവം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഗെറ്റിംഗ് അസ് ഇൻവോൾവ്ഡ്, നമുക്ക് ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു പങ്കാളിത്തം തരിക ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവൻ നമ്മളെയും ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇൻവോൾവിങ് അസ്, നമ്മളെയും കൂടെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ഒന്ന് ഉൾപ്പെടുത്തുകയാണ്. ഉൾപ്പെടുത്തിയിട്ട് യെസ് നിനക്കൂടെ ഒരു പങ്കാളിത്തം തരാം, നീയും കൂടെ എൻ്റെ പ്ലാനിൽ ഉൾപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആം ഐ എ ഫ്രണ്ട് ഓഫ് ഗോഡ്? ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണോ? അതോ ഞാനൊരു അകന്ന് നിന്ന് ഇതൊക്കെ കണ്ട് അഭിവന്ദിക്കുന്ന ഒരാൾ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം നമ്മോട് പറയുന്നത്, കം ക്ലോസ് ടു മീ, എൻ്റെ അടുത്തേക്ക് വാ, എനിക്ക് നിന്നോട് സംസാരിക്കണം, നിന്നെ പങ്കാളിയാക്കണം, നിന്നെ ഉൾപ്പെടുത്താൻ എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്നെക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചുരുക്കമായിട്ടൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ 3-4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇതുവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നമ്പർ 1, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രയർ ഈസ് ഡെവലപ്പിംഗ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടൊരു സ്നേഹബന്ധം, ഒരു സംഭാഷണ ശൈലി, ഒരു ആശയവിനിമയം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒരു കോൺവെർസേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണം തുടങ്ങുന്നതാണ് പ്രാർത്ഥന. ഈ പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവമാണ് ഗൗരവമായ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്, നമ്മളല്ല. പലപ്പോഴും നമ്മളൊത്തിരി, ഞാൻ പല പ്രാർത്ഥനകളും ശ്രദ്ധിക്കുമ്പോൾ
നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ, കർത്താവ് ഇവിടെ ഇത്ര പേരൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടാൽ ദൈവത്തിന് യാതൊരു വിവരവും ഇല്ല, ആശയ ദാരിദ്ര്യത്തിലാണ്, എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് ഒരു നിശ്ചയവുമില്ല. നമ്മൾ ഒത്തിരി സജഷൻസ് ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക? ദൈവത്തിന്. ഇങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്താൽ, ഇതുപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അതുപോലെ. പാവം ദൈവം അല്ല കേട്ടോ, പാവം നമ്മളെന്നാണ് പറയേണ്ടത്. ദൈവത്തിന് ആശയദാരിദ്ര്യമില്ല, ശക്തിക്ക് രാഹിത്യമില്ല, പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടില്ല, തൻ്റെ കൂടെ നിൽക്കാൻ ഒരാളില്ലാത്ത പ്രശ്നമുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കും എന്നുണ്ടെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് അത് അനുസരിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ അനസ്യൂതം ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തോട് വാദിക്കുന്നതും തടസ്സം നിൽക്കുന്നതും ഒന്ന് അവസാനിപ്പിക്കുക. ദൈവത്തോട് വാദിക്കുന്നതും തടസ്സം നിൽക്കുന്നതും നിർത്തിയിട്ട് എന്ത് പറയണം? അടിയൻ ഇതാ, ഐ ആം റെഡി, അടിയൻ ഇതാ, എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അതുകൊണ്ട് പ്രെയർ ഈസ് നോട്ട് ജസ്റ്റ് കോൺവെർസേഷൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും സംഭാഷണം മാത്രമല്ല, കൂട്ടുവേലക്കാരായി ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരമായി നമ്മൾ അവൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സന്നദ്ധരാകുന്നതാണ്. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്. കർത്താവുമായിട്ടൊന്ന് സ്നേഹത്തിലാകുക, അവനോട് ഏറ്റവും അടുത്ത ഒരു ഉറ്റ ബന്ധമുള്ള ആളായിട്ട് മാറുക. എന്നിട്ട് മോശ ചെയ്തതുപോലെ ഒരു മുൾപ്പടർപ്പ് കത്തണം, ഒരു മുൾച്ചെടി കത്തണം, ഞാൻ മരുഭൂമിയിലേക്ക് പോകുകയാണെന്നൊന്നും പറയണ്ട. കയ്യിലൊരു വേദപുസ്തകം ദൈവം തന്നിട്ടില്ലേ? ആ പുസ്തകവുമായിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്നാൽ അവിടെ മുൾപ്പടർപ്പ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയോ ബൈബിൾ, യു ക്യാൻ സീ ഗോഡ് കമ്മിങ് ഡൗൺ ആൻഡ് ദ ബേണിംഗ് ബുഷ്. എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വചനം ധ്യാനിച്ച് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, കൂട്ടുവേലക്കാരാകാനായിട്ട് ഒരു താല്പര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടാനാണ് ദൈവം വരുന്നത്. ഇൻവോൾവ് ആകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയണത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടാനായിട്ട് ദൈവം സന്നദ്ധനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ കൂടി നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കൊക്കെ ഒഴുകുവാൻ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് ചാനൽസ് വേണം. ദൈവത്തിന് എന്ത് വേണം? ചാനലുകൾ വേണം, ഒഴുകാൻ കൈവഴികൾ വേണമെന്ന്. ദൈവം ഒരു വലിയ സംഭരണിയാണ്, ഒരു വലിയ സ്രോതസ്സാണ്. അതിൽ നിന്ന് ഈ ഭൂമിയിലേക്ക്, ആളുകളുടെ ഇടയിലേക്കൊക്കെ സ്നേഹം ഒഴുകി ചെല്ലണമെങ്കിൽ എന്ത് വേണം? ചാനൽസ് വേണം, കൈവഴികൾ വേണം. അങ്ങനെ ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഗോഡ് വിൽ ഫ്ലോ ത്രൂ യു. നിങ്ങൾ വഴി, ഇത് കൃപയാണ് ദൈവത്തിൻ്റെ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതൊരു പ്രിവിലേജാണ്, ഇതൊരു മിസ്റ്ററിയാണ്. എന്നാൽ ഇങ്ങനെയാണ് ദൈവം തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ നമ്മിൽ കൂടി പലതും ചെയ്യുവാനായിട്ട്. ഞാനൊരു വാക്യം മാത്രം ഇന്ന് ഫൈനലായിട്ട് വായിപ്പിക്കുകയാണ്. 103 സങ്കീർത്തനം 7 വാക്യം. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. വായിച്ചാട്ടെ. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. വീണ്ടും 25 സങ്കീർത്തനം 9 വാക്യത്തിൽ നാം വായിക്കുന്നത്, സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയുള്ളവർ, ദൈവം തൻ്റെ വഴി നമ്മളെ പഠിപ്പിക്കും. മോശയ്ക്ക് ദൈവം ചെയ്തു കൊടുത്തത് അതാണ്. മോശയ്ക്ക് എന്താ ദൈവം ചെയ്തു കൊടുത്തത്? തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുത്തു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ദൈവം സൗമ്യതയുള്ളവർക്ക്, ഇങ്ങനെ സൗമ്യരായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാൻ ചെല്ലല്ലേ കേട്ടോ. പ്രാർത്ഥിച്ച് ദൈവത്തെ പഠിപ്പിക്കാൻ ചെല്ലുകയല്ല, പഠിക്കാനായിട്ട് ചെന്നാൽ ദൈവം തൻ്റെ വഴി നമ്മെ പഠിപ്പിച്ചു തരും. നിങ്ങൾ ആ 103 സങ്കീർത്തനത്തിൽ വായിച്ച വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് ധ്യാനിക്കണം കേട്ടോ. അതായത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മാത്രമേ കണ്ടുള്ളൂ, പക്ഷെ വഴികളൊക്കെ മനസ്സിലാക്കിയതാരാ? മോശയാണ്. കാരണം മോശ മാത്രമേ ദൈവത്തോട് അടുത്ത് ചെന്നുള്ളൂ. ജനത്തോട് അടുത്ത് വരാൻ പറഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞു? ഇല്ല, ഞങ്ങൾ അടുക്ക പോകുന്നില്ല, നീ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. നീ ചെന്ന് കേട്ടേച്ചിങ്ങ്, എനിക്ക് തോന്നുന്നു നിങ്ങളും അല്ലെങ്കിൽ മനുഷ്യരൊക്കെ ഇപ്പോൾ പലപ്പോഴും അങ്ങനെയാണ്, പാസ്റ്റർ അങ്ങ് ചെന്നേച്ച് പ്രാർത്ഥിച്ചേച്ച് പരിപാടിയൊക്കെ എന്താ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങ് ചെയ്തോളാം എന്നൊരു അങ്ങനെയാണ് ഈ അച്ഛന്മാരൊക്കെ അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും ഒരാളെ മുന്നോട്ട് വിടുകയാണ്, നീ ചെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടെങ്കിൽ വന്നാൽ മതി, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിച്ച് ചെയ്തോളാം. അങ്ങനല്ല. ഈച്ച് ആൻഡ് എവ്രി വൺ ലിസണിങ് ടു മീ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർപ്പിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും അവൻ്റെ അടുത്ത് ചെല്ലണം. അടുത്ത് ചെന്ന് അവനുമായിട്ടൊരു സ്നേഹത്തിലായാൽ അവൻ തൻ്റെ വഴി നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മിൽ കൂടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അങ്ങനെ അവൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് നാം സന്നദ്ധരാകുന്ന
പരിപാടിക്കാണ് എന്ത് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാതെ കുറേ പ്രാർത്ഥന എത്തിക്കലല്ല. ഇതൊരു റിലീജിയസ് എക്സസൈസ്, ഒരു ഹാബിറ്റല്ല. ഹാബിറ്റൊക്കെ നല്ലതാണ്, പക്ഷേ ഈ ഹാബിറ്റിനകത്ത് ലൈഫ് ഉണ്ടാകണമെങ്കിൽ ഞാനും ദൈവവും തമ്മിലൊരു സംഭാഷണം, ഒരു ഇൻവോൾവ്മെൻറ്റ്, ഒരു സ്നേഹബന്ധം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അത്ഭുത വഴികൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. മോശയ്ക്ക് തൻ്റെ വഴികളെ പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയെന്ന് ഞങ്ങളിന്ന് പരിശോധിച്ചു. കർത്താവ്, ഞങ്ങൾ നിന്നെ സ്നേഹിപ്പാൻ, നിൻ്റെ അടുത്തേക്ക് വരുവാൻ, നിന്നോട് സംഭാഷിക്കുവാൻ, കർത്താവ് നിൻ്റെ വിശുദ്ധിയും നിൻ്റെ പദ്ധതികളും നിൻ്റെ ശക്തിയും നിൻ്റെ സ്നേഹവും ഒക്കെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ രൂപാന്തരപ്പെട്ട് നിൻ്റെ സ്നേഹം ഞങ്ങൾ കൂടി കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുവാൻ നീ കാണിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞാൻ നിന്നെ അയക്കും എന്ന് അവിടെ ഞങ്ങളോട് കരുണയോടെ പറവാൻ തക്കവണ്ണം ഞങ്ങൾ എന്തുള്ളൂ എങ്കിലും കർത്താവ് നീ കാണിക്കുന്ന കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വിശ്വാസത്തോടെ നിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുവാനും, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ ദേശത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് കരങ്ങളിൽ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.